പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അന്താരാഷ്ട്ര പുസ്തക ദിനമായ ഇന്ന് പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർക്കായി ഒരു കഥ. അക്ഷരനിധി. അക്ഷരങ്ങളോടും അറിവിനോടും വല്ലാത്ത ആത്മബന്ധമുള്ള ഒരിടമായിരുന്നു അക്ഷരക്കാട്. മരങ്ങൾക്കിടയിൽ കാറ്റ് വീശുന്നത് പോലും അക്ഷരശബ്ദത്തിലായിരുന്നു. കാടിൻ്റെ പാരമ്പര്യം തന്നെ അറിവായിരുന്നു. സകല മൃഗങ്ങളും കരടി ആശാന്റെ പള്ളിക്കൂടത്തിൽ പോയി നിലത്തെഴുത്ത് പഠിച്ചവരായിരുന്നു. മൃഗങ്ങൾ കരടി ആശാൻ അരികിൽ പോകുമ്പോൾ പക്ഷികളെല്ലാം തത്തമുത്തശ്ശിയുടെ വിദ്യാലയത്തിൽ പോയി അറിവ് നേടി. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തുടർ പഠനത്തിന് അവിടെ മറ്റു മാർഗങ്ങളില്ല എന്നൊരു പോരായ്മയുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ നഗരത്തിൽ ജോലി ചെയ്തിരുന്ന ലുട്ടുക്കരടി വലിയൊരു മാറ്റത്തിന് തിരികൊളുത്തി. നാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ ലുട്ടുവിൻ്റെ കയ്യിൽ വിജ്ഞാനത്തിൻ്റെ വലിയൊരു നിധിശേഖരമുണ്ടായിരുന്നു. ധാരാളം പുസ്തകങ്ങൾ. പഴയ ശിഷ്യന്മാർ കരടിയപ്പൂപ്പനെ കാണാൻ വരുമ്പോൾ ലുട്ടു കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ കൗതുകത്തോടെ മറിച്ചു നോക്കും. അങ്ങനെ വായിച്ചു വായിച്ച് അവർ വായനയുടെ അത്ഭുത ലോകത്തേക്കിറങ്ങി. വായന അവർക്കൊരു ഹരമായി. വെറുതെ വായിക്കുക മാത്രമല്ല, വായന നൽകിയ ആവേശം അവരെ എഴുത്തുകാരാക്കി. ടുട്ടുക്കുരങ്ങനും മോട്ടുമുയലും ചില്ലുവണ്ണാനും പുസ്തകങ്ങളിലെ മാതൃക പിന്തുടർന്ന് സ്വതന്ത്രമായി മനോഹരമായി കഥകൾ രചിച്ചു. അവരുടെ രചനകളിലെ പുതുമയും സർഗാത്മകതയും തിരിച്ചറിഞ്ഞ ലുട്ടു അവ ലോകത്തിനു മുന്നിലെത്തിക്കാൻ തീരുമാനിച്ചു. കയ്യെഴുത്തു പ്രതികളുമായി അവൻ നഗരത്തിലെ പ്രസ്സിലെത്തി. വിദഗ്ധരെ കൊണ്ട് ചെറിയ മിനുക്കുപണികൾ നടത്തി അവ പുസ്തക രൂപത്തിലാക്കി. ഇന്ന് അക്ഷരക്കാട് സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ ഒരു തീരുമാനത്തിലേക്കായിരുന്നു, ഒരു നിമിഷത്തിലേക്കായിരുന്നു. ഭാവിയിൽ ചരിത്രമാകാനുള്ള ഒരു നിമിഷം. ലോക പുസ്തക ദിനമായ ആ ദിവസം കാടിന് വലിയൊരു ആഘോഷമായിരുന്നു. ആൽമരച്ചുവട്ടിൽ പ്രത്യേക ചടങ്ങ് സംഘടിക്കപ്പെട്ടു. കരടിയപ്പൂപ്പൻ്റെ പ്രിയ ശിഷ്യർ രചിച്ച 7 പുസ്തകങ്ങൾ അപ്പൂപ്പൻ പ്രകാശനം ചെയ്തു. കാടിൻ്റെ മക്കൾ നഗരത്തിലെ എഴുത്തുകാർക്ക് തുല്യരായ നിമിഷം. ഏവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അറിവിൻ്റെ പുതിയ വാതിൽ തുറന്നു തന്ന ലുട്ടുവിനോട് നന്ദി പറയുമ്പോൾ അക്ഷരക്കാട് എന്ന പേര് അന്വർത്ഥമാകുന്നതിൻ്റെ ആത്മനിർവൃതിയിലായിരുന്നു. അക്ഷരക്കാട് പുസ്തകക്കാട് കൂടിയായി മാറിയെന്ന് പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് തത്തമുത്തശ്ശി പറഞ്ഞപ്പോൾ മൃഗങ്ങളും പക്ഷികളും ഒരുപോലെ സന്തോഷ ശബ്ദം മുഴക്കി.